ഒരു വർക്കില് നമ്മൾ 100% ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ കസ്റ്റമറോട് കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ആ വർക്ക് സക്സസ് ആയിട്ട് തീർക്കാനും പറ്റും. അതിന്റെ കെയർ ഓഫിൽ ഒത്തിരി വർക്കുകളും കിട്ടും. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോ നിൽക്കുന്ന സൈറ്റ്. ആ ഒരു സൈറ്റ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത, റിനോവേറ്റ് ചെയ്ത ഒരു വർക്കാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു വർക്ക് കൂടി ഉണ്ട്. ആ ഒരു വർക്കിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എടുക്കാം. ഹായ്, നമസ്കാരം. ഞാൻ ജസ്റ്റൻ, ലൂസ് ഇന്റീരിയേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുന്നൊരു വീടിന്റെ ഒരു റിനോവേഷന്റെ വർക്കിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് നമ്മൾ കാണിച്ചായിരുന്നു. അതിന്റെ ഇപ്പൊ നമ്മൾ ഡിമോളിഷിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനി അതിന്റെ വിശേഷങ്ങൾ കാണാം. ഇത് ഈ വീടിന്റെ കാർ പോർച്ച് ആയിരുന്നു. ഇതൊരു സിറ്റ് ഔട്ട്. ഇതിപ്പോ നമുക്കൊരു വലിയൊരു സിറ്റ് ഔട്ട് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സിറ്റ് ഔട്ടിന്റെ ഹൈറ്റ് കൂട്ടി ഇതിന്റെ സ്ലാബ് പൊളിച്ചു കളഞ്ഞിട്ട് നമ്മൾ വേറെ രീതിക്ക് ഒരു സ്ലോപ്പ് റൂഫിംഗ് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഒരു ഫുള്ളി ഒരു വലിയൊരു സിറ്റ് ഔട്ട് ആക്കി മാറ്റുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സിറ്റ് ഔട്ട് ഫുള്ള് വന്നു കഴിയുമ്പോൾ ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ ഇവിടെ ആയിരിക്കും വരുന്നത്. ഇത് പഴയൊരു ബെഡ്റൂം ആയിരുന്നു. അത് പൊളിച്ചിട്ട് നമ്മളൊരു ഫ്രണ്ട് ഡോർ കൊടുക്കുന്നുണ്ട്. ഇതിലായിരിക്കും ആ വീട്ടിലേക്കുള്ള എൻട്രൻസ്. ഇതിന്റെ പഴയ റൂം നമ്മൾ പഴയ ഡോറ് നമ്മൾ പൊളിച്ചിട്ട് അത് ഫുള്ളായിട്ട് നമ്മൾ ബ്രിക്ക് കെട്ടി അടയ്ക്കുകയാണ്. അതൊരു ഫാമിലി ലിവിംഗ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതൊരു അവരുടെ പഴയൊരു ബെഡ്റൂം ആയിരുന്നു. ആ ബെഡ്റൂമിന് നമ്മളൊരു ഫോർമൽ ലിവിംഗ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതിലായിരിക്കും നമ്മൾ എൻട്രൻസ് പുറത്തുനിന്ന് മെയിൻ ഡോറ് വരുന്നത്. അതിൽ നിന്ന് നമ്മളൊരു പാർട്ടീഷനും ഇവിടെ ഒരു പ്രെയർ യൂണിറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതൊരു ഫാമിലി റൂമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫാമിലി റൂമിൽ നമ്മൾ ഈ വിൻഡോ പൊളിച്ചിട്ട് അതിന് രണ്ട് സൈഡിലും ഒരു സിംഗിൾ വിൻഡോ ആക്കി കൊടുത്തിട്ട് സെൻറ്ററിലൊരു TV യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി ലിവിംഗ് ആയിട്ട് ഈ റൂമിന് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ വീടിന്റെ അവർക്ക് ഏറ്റവും വലിയൊരു ആവശ്യം ഈ വീടിന്റെ മാക്സിമം ഓപ്പൺ ഫീൽ കിട്ടണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഓപ്പൺ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബെഡ്റൂമിനെ നമ്മൾ അത് പൊളിച്ച് മാറ്റിയിട്ട് അതിനൊരു റൂം പാർട്ടീഷൻ മാത്രം കൊടുത്തിട്ട് വെക്കും. അത് കഴിയുമ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഫാമിലി ലിവിംഗ് കൊടുക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇതൊരു പഴയ കിച്ചൺ ആയിരുന്നു. ആ കിച്ചൺ പൊളിച്ചിട്ട് നമ്മളൊരു സ്റ്റെയർ കേസിന്റെ അതൊരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് കൊടുക്കുന്നത്. ആ സ്റ്റെയർ കേസ് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവർക്ക് ഒരു കോമൺ ഫുള്ളായിട്ട് ഒരു ഓപ്പൺ ഫീൽ, ഡൈനിങ്, ലിവിംഗ്, ഫാമിലി ലിവിംഗ് എല്ലാം കൂടിയിട്ട് ഒരു ഓപ്പൺ ഫീൽ നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് ഒരു സ്റ്റെയർ കേസിന്റെ അടുത്ത് തന്നെ, അതായത് ഡൈനിങ് സ്പേസിന്റെ അടുത്ത് തന്നെ നമ്മളിവിടെ ഒരു ഓപ്പൺ കിച്ചൺ, പണ്ടത്തെ ഒരു വർക്ക് ഏരിയ ആയിരുന്നു, ഷീറ്റിട്ട ഒരു വർക്ക് ഏരിയ ആയിരുന്നു. നമ്മളത് വാർത്തിട്ട് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, അതേപോലെ തന്നെ ഇവിടെ ഒരു യു ഷേപ്പിലൊരു കൗണ്ടർ വരുന്നുണ്ട്. വിൻഡോസിന് നമ്മൾ ഒരു കിച്ചന്റെ വാൾ ക്യാബിനും കൂടുതൽ വാൾ ക്യാബിനും സ്റ്റോറേജും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു വിൻഡോ ആണ്, ബേസ് ക്യാബിന്റെ വാൾ ക്യാബിന്റെ ഇടയിൽ ഒരു ചെറിയ വിൻഡോ ആണ് നമ്മൾ കൊടുക്കുന്നത്. മാക്സിമം ലൈറ്റ് കിട്ടാൻ അതിന് വിഡ്ത്ത് നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതിന്റെ ഡോർ അവിടെയാണ് വരുന്നത്. ഇതിപ്പോ ഒരു വലിയൊരു ബെഡ്റൂമാണ്. പണ്ട് ഇതൊരു ബാത്റൂം കൂടി അറ്റാച്ച് ചെയ്ത ചെറിയ ബെഡ്റൂം ആയിരുന്നു. അതിനെ നമ്മൾ പൊളിച്ചിട്ട് ഇതൊരു വലിയൊരു ബെഡ്റൂം ആക്കി മാസ്റ്റർ ബെഡ്റൂം ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഇവിടെ ഒരു ബേ വിൻഡോ ആണ് വരുന്നത്. ആ ബേ വിൻഡോന്റെ അപ്പുറത്ത് നമ്മളൊരു കട്ടിലും അതിന്റെ ഹെഡ് ബോർഡും അവിടെ, അതിന് രണ്ട് സൈഡിലായിട്ട് നമ്മളൊരു വിൻഡോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിൻഡോ ഒക്കെ നമ്മൾ മുന്നേ ഡിസൈൻ ചെയ്ത കാരണം കൊണ്ട് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂം, ഇവരുടെ ബാത്റൂം വരുന്നത് അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് പറ്റുന്നത്. അവിടെ നമ്മൾ പഴയൊരു ബെഡ്റൂം ആയിരുന്നു. ആ ബെഡ്റൂമിന് രണ്ട് ബാത്റൂമായിട്ട് എടുത്തിട്ട് ഒരു ബാത്റൂം ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ബാത്റൂമാണ്, സ്പേസ് ആണ് അവിടെ വരുന്നത്. ഇത് പണ്ടൊരു എൻട്രൻസ്, രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആയിരുന്നു. ഇവിടെ ഒരു വാൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഡിമോളിഷ് ചെയ്ത് രണ്ട് ബെഡ്റൂമും കൂടിയിട്ട് ഒരു ബെഡ്റൂമിനെ നമ്മൾ രണ്ടാക്കിയിട്ട് ആ മാസ്റ്റർ ബെഡ്റൂമിന്റെയും ഈ ബെഡ്റൂമിന്റെയും ബാത്റൂംസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബെഡ്റൂമിന് ഈ ബാത്റൂം പൊളിച്ചിട്ട് നമ്മളൊരു വലിയൊരു സ്പേസ് കൂട്ടിയിട്ട് ഒരു ബെഡ്റൂം ആക്കി എടുത്തിട്ട് അങ്ങനെ ടോട്ടൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത്. ഇതിന്റെ എക്സ്റ്റീരിയർ വരുന്നത് നമുക്ക് ഈ ഫ്രണ്ട് ഫുള്ളായിട്ട് നമ്മൾ എക്സ്റ്റീരിയർ ഡിസൈൻ നമ്മൾ മൊത്തം മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതൊരു ഫസ്റ്റ് ഫ്ലോറോടെ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കാർ പോർച്ച് നമ്മൾ സിറ്റ് ഔട്ടായിട്ട് വലുതാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു പടിപ്പുര നമ്മൾ വെച്ചിട്ട് ആ രീതിക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 3 കാർ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു വലിയൊരു കാർ പോർച്ച് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീടിന്റെ ഔട്ട്ലുക്ക് എൻ്റയർലി വ്യത്യാസം വരുത്തി പുതിയൊരു ലുക്കിലേക്ക് നമ്മൾ ടോട്ടലി കൊണ്ടുവരുന്നുണ്ട്.